ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ഇടുക്കി പൂപ്പാറയിൽ വീണ്ടും കുടിയിറക്ക ഭീഷണി. പന്നിയാർപ്പുഴയുടെ തീരത്ത് താമസിക്കുന്ന 29ഓളം കുടുംബങ്ങൾക്ക് ഒഴിഞ്ഞുപോകാൻ നോട്ടീസ് നൽകി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് 24 മണിക്കൂറിനകം ഒഴിയാൻ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് നോട്ടീസ് നൽകിയത്. മതിയായ സംവിധാനം ഒരുക്കിയ ശേഷം കുടിയിറക്കണമെന്നാണ് പൂപ്പാറ നിവാസികളുടെ ആവശ്യം. പ്രതികരണങ്ങൾ ആദ്യം കേൾക്കാം. ഞങ്ങൾ പഞ്ചായത്തിലൊക്കെ വീടില്ലെന്ന് എഴുതി കൊടുത്തതിനും ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയില്ല സാറേ. ഞങ്ങൾ എന്നാ ചെയ്യണം? ഞങ്ങളെന്തെങ്കിലും വിഷം കൊടുത്ത് കൊന്നിട്ട് നിങ്ങൾ വീട് ഇടിച്ചിടും, ഇല്ലെങ്കിൽ അകത്ത് ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഒന്ന് വണ്ടിയും കൊണ്ടൊന്ന് ഇടുക്കി, അതേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് വേറെ ഒരു സഹായം തരാൻ ആളില്ല. നിങ്ങൾ തന്നെ സഹായിക്കണം. ഞങ്ങൾക്ക് ഇടിച്ചിട്ട് പോണേ എന്റെ തങ്കമ്മനെ. എനിക്ക് വീടും ഇല്ല, കാടുമില്ല, കാടും നടക്കാൻ പറ്റില്ല. എന്റെ മക്കളാ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ. എന്റെ നൈവമേ, ഞങ്ങൾക്ക് നിങ്ങൾ സഹായിക്കാൻ മോനെ. എന്റെ മക്കളെ പോലെ ഞങ്ങൾക്ക് ഉദവി ചെയ്യുമ്പോ ഉദവി ചെയ്യ ചക്കരേ. ജോയ്മോൻ ജോസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജോയ്മോൻ, ഇവരെ ഈ തരത്തിൽ ഇറക്കിവിടാനുള്ള ഒരു കാരണം എന്താണ്? അതോടൊപ്പം തന്നെ ഇവർക്കൊരു മറ്റൊരു സംവിധാനം ഒരുക്കാതെ എങ്ങനെയാണ് ഇത്തരം ആളുകളെ മുഴുവൻ, ഒരു 29 കുടുംബങ്ങളെയൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് ഇറക്കിവിടാൻ പറ്റുക? രുജീഷ്, ഇടുക്കി പൂപ്പാറ പന്നിയാർപ്പുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ, അതായത് 88 കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്ന ഹൈക്കോടതി ഉത്തരവുണ്ട്. ആ ഹൈക്കോടതി ഉത്തരവ് മുൻകാലങ്ങളിൽ വന്നതിന് ശേഷം പലപ്പോഴായി ഇവർക്ക് നോട്ടീസ് നൽകുകയും പല കെട്ടിടങ്ങൾ അല്ലെങ്കിൽ പല വ്യാപാര സ്ഥാപനങ്ങൾ തുടർ നടപടി എന്നോണം സീൽ വെച്ച് പൂട്ടിയിരുന്നു. അതിന് പിന്നാലെ ഈ 29ഓളം കുടുംബങ്ങൾക്ക് മുൻപ് മതിയായ സമയം ഇവർക്ക് ഒഴിഞ്ഞു പോകാൻ നൽകിയിട്ടുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത്. അതിന് പ്രകാരം പലപ്പോഴും ഇവർക്ക് നോട്ടീസ് അയച്ചിരുന്നു. എന്നിട്ടും ഒഴിഞ്ഞു പോകാത്തവർക്കാണ് ഇത്തരത്തിൽ നടപടികളിലേക്ക് അധികൃതർ കടന്നിരിക്കുന്നത്. അതായത് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം പഞ്ചായത്താണ് ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത് 24 മണിക്കൂറിനകം ഈ കയ്യേറി താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു പോകണം. അതായത് പുഴ കയ്യേറി വീടുകൾ നിർമ്മിച്ച്, ഈ വീടുകളൊക്കെ തന്നെയായാലും സാധാരണക്കാരും അതുപോലെ തന്നെ കൂലിപ്പണിക്കാരുമാണ് 29ഓളം കുടുംബങ്ങൾ ഇവിടെ നിലവിൽ അവിടെ അവസാനമായി ഇവിടെ തുടരുന്നവർ. ഇവരാണ് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറിപ്പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്നത് 24 മണിക്കൂർ സാവകാശമാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത് എന്നാണ്. അതിനുള്ളിൽ തന്നെ ഇത് മാറ്റണം അല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. എന്തായാലും ഈ ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള 88 കെട്ടിടങ്ങൾ, അതായത് പുഴ കയ്യേറി നിർമ്മിച്ച 88 കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്ന്. അതിന് പ്രകാരം മുൻപ് പല ഘട്ടങ്ങളിലായിട്ട് ഇത്തരത്തിൽ പല കുടുംബങ്ങൾ ഒഴിഞ്ഞു പോവുകയും അതുപോലെ തന്നെ പല വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടിട്ട് സീൽ വെക്കുകയും ചെയ്തു. എന്നിട്ടും ഒഴിഞ്ഞു പോകാത്ത ഈ 24 കുടുംബങ്ങൾ, അവശേഷിക്കുന്ന കുടുംബങ്ങളോടാണ് ഇപ്പോൾ വീണ്ടും മാറാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അധികൃതർ. ചിലരുടെ പ്രതികരണം വരുന്നത് ഈ പഞ്ചായത്തിനോട് വീടില്ല എന്നുള്ള പരാതിയൊക്കെ അറിയിച്ചപ്പോൾ അതൊന്നും കേൾക്കാൻ ഇവർ തയ്യാറായില്ല എന്നത് കൂടിയാണ്. കാരണം ഇത് കോടതി ഉത്തരവ് നടപ്പാക്കുമ്പോൾ പോലും അവർക്ക് മറ്റൊരു സംവിധാനം ഒരുക്കണമല്ലോ. തീർച്ചയായും. അതായത് ഈ പ്രദേശവാസികളൊക്കെ ഒന്നടങ്കം ആവശ്യപ്പെടുന്ന കാര്യം, ഇവർക്ക് എല്ലാം തന്നെ സാധാരണക്കാരാണ്, വളരെ സാധാരണമായ ജീവിതം നയിക്കുന്ന ആളുകളാണ്, കൂലിപ്പണിക്കാരാണ്. അപ്പോൾ ഇവർക്ക് മറ്റൊരു സംവിധാനം, അതായത് ഒറ്റയടിക്ക് 24 മണിക്കൂറിനകം ഈ വീട് വിട്ട് സ്വന്തമായിട്ടുള്ള ഒരു ഭൂമി അല്ലെങ്കിൽ സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഇവർ താമസിക്കാൻ ഒരു കയറി കിടക്കാൻ ഒരു കിടപ്പാടമുള്ളത് അവിടെ മാത്രമാണ്. അത് വിട്ടിറങ്ങുമ്പോൾ അവർക്ക് അല്ലെങ്കിൽ ഇനി എവിടെ പോകും? അതായത് പ്രായമായവരും കുട്ടികളും അടക്കം ഒരുപാട് പേരുണ്ട് ഇവിടെ താമസിക്കുന്ന 24 കുടുംബങ്ങളുണ്ട്. ഇതിൽ അസുഖം വന്ന് അല്ലെങ്കിൽ ചികിത്സയിൽ കഴിയുന്നവർ തന്നെ നിലവിൽ അവിടെയുണ്ട്. അപ്പോൾ ഇവരുമായിട്ട് എങ്ങോട്ട് പോകുമെന്നൊരു ആശങ്കയാണ് ഈ പ്രദേശവാസികൾക്കുള്ളത്. അപ്പോൾ ഇവർ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്ന കാര്യം, അതായത് മറ്റ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ ഇടപെട്ട മറ്റ് സംവിധാനങ്ങൾ ഒരുക്കണം. അതായത് ഇവിടുന്ന് മാറിത്തരുവാണെങ്കിൽ അവർക്ക് താമസിക്കാനായിട്ടുള്ള മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നൊരു ആവശ്യമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് മറ്റ് പോംവഴികളൊന്നും ഇവർ സാധാരണക്കാരുടെ മറ്റ് പോംവഴികളൊന്നും ഇവർക്കില്ല. എങ്ങനെയെങ്കിലും ഈ മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കി തന്നില്ലെങ്കിൽ പ്രതിഷേധവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക അല്ലെങ്കിൽ ആത്മഹത്യയുടെ വക്കിൽ, ജീവനെടുക്കുന്നതിൻ്റെ വക്കിൽ തന്നെയാണ് ഇവരെന്നാണ് ഈ പ്രദേശവാസികളടക്കം പറയുന്നത്. വലിയൊരു പ്രതിസന്ധിയിലാണ് അവർ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതായത് അടുത്തത് എന്ത് എന്നറിയാൻ മേലത്തൊരു സാഹചര്യമാണ്. പക്ഷേ എന്തായാലും അവരുടെ ഈ പലപ്പോഴായിട്ട് ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ മതിയായ സമയം ഇവർക്ക് മാറാൻ അല്ലെങ്കിൽ മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കാൻ അവർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് അധികൃതരുടെ വാദം. എന്തായാലും ഈ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലവിൽ അധികൃതരുടെയും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെയും തീരുമാനം. ശരി ജോയ്മൻ, എന്തായാലും വലിയൊരു പ്രതിസന്ധിയാണ് വന്നിരിക്കുന്നത്. 24 മണിക്കൂർ സമയമാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ മറ്റൊരു സംവിധാനം ഒരുക്കാതെയാണ് ഇത്തരത്തിൽ പഞ്ചായത്തും അതോടൊപ്പം ജില്ലാ ഭരണകൂടവും ഉടൻ തന്നെ ഒഴിഞ്ഞു പോകാനൊരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. മറ്റു വാർത്തകൾ